അമേരിക്കൻ കമ്പനികൾക്ക് മേൽ ഡിജിറ്റൽ സേവന നികുതി ചുമത്തുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 100% തീരുവ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ കമ്പനികൾക്ക് മേൽ നികുതി ചുമത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നതിനിടെയാണ് ട്രംപിന്റെ ഭീഷണി. സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കൻ കമ്പനികൾക്ക് മേൽ ഡിജിറ്റൽ നികുതി ചുമത്തുന്ന ഏത് രാജ്യത്തു നിന്നുള്ള ഇറക്കുമതിക്കും ഉടനടി 100% തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. നിലവിലുള്ള എല്ലാ വ്യാപാര കരാറുകളെയും മറികടക്കുന്നതായിരിക്കും പുതിയ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂറോപ്യൻ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ പ്രസ്താവനയെങ്കിലും ഡിജിറ്റൽ നികുതി ഏർപ്പെടുത്തുന്ന ഏത് രാജ്യത്തിനും ഈ തീരുമാനം ബാധകമായിരിക്കും. ഡിജിറ്റൽ മേഖലയിൽ അമേരിക്കൻ കമ്പനികളുടെ ആധിപത്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പല രാജ്യങ്ങളും ഡിജിറ്റൽ നികുതി ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്. ട്രംപിന്റെ പുതിയ നീക്കം വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. 27 അംഗങ്ങളുള്ള യൂറോപ്യൻ യൂണിയൻ തിരിച്ചടിച്ചാൽ അത് ആഗോള സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. അതേസമയം അമേരിക്കയുടെ ഏകപക്ഷീയമായ നടപടികൾ ന്യായീകരിക്കാനാവില്ലെന്ന് യൂറോപ്യൻ കമ്മീഷൻ വക്താവ് ഒലോഫ് ഗിൽ പ്രതികരിച്ചു. അമേരിക്കൻ നീക്കമുണ്ടായാൽ യൂറോപ്യൻ യൂണിയന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാങ്കേതിക കമ്പനികൾക്ക് മേലുള്ള നികുതി വിവേചനപരമല്ലെന്നും കമ്പനികളുടെ ഉറവിടം നോക്കാതെ എല്ലാ വൻകിട സ്ഥാപനങ്ങൾക്കും ഇത് ഒരുപോലെ ബാധകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ സാങ്കേതിക കമ്പനികൾക്ക് മേൽ നികുതി ചുമത്താനുള്ള വിദേശ രാജ്യങ്ങളുടെ നീക്കങ്ങൾക്കെതിരെ ട്രംപ് നേരത്തെയും രംഗത്തെത്തിയിരുന്നു. ഡിജിറ്റൽ നികുതികൾ അമേരിക്കൻ സാങ്കേതിക വിദ്യയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ അദ്ദേഹം ആരോപിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള മിക്ക കയറ്റുമതികൾക്കും 15% തീരുവ നിശ്ചയിക്കുന്ന വ്യാപാര കരാർ നടപ്പിലാക്കാൻ ജൂലൈ 4 വരെയാണ് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. കഴിഞ്ഞ വർഷം സ്കോട്ട്ലാൻഡിലെ ട്രംപിന്റെ ഗോൾഫ് കോഴ്സ് സന്ദർശിച്ച വേളയിൽ യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയ്ൻ ഈ കരാറിന് പ്രാഥമിക രൂപം നൽകിയിരുന്നു. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ മെയ് മാസത്തിലാണ് യൂറോപ്യൻ യൂണിയൻ കരാറിന് അന്തിമ രൂപം നൽകിയത്. എന്നാൽ ഡിജിറ്റൽ നികുതികൾ ഈ കരാറിന്റെ ഭാഗമായിരുന്നില്ല. ഇത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയമായി തുടരുകയാണ്. 1974 വ്യാപാര നിയമത്തിലെ സെക്ഷൻ 301 പ്രകാരം അമേരിക്കൻ സർക്കാർ നേരത്തെയും ഡിജിറ്റൽ സേവന നികുതികളിൽ അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ പുതിയ ഭീഷണി ട്രംപ് എങ്ങനെ നടപ്പിലാക്കുന്നു, ഏതൊക്കെ രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നു എന്ന് വ്യക്തമല്ല. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലാത്ത ബ്രിട്ടൻ 2020 മുതൽ 2% ഡിജിറ്റൽ സേവന നികുതി ഈടാക്കുന്നുണ്ട്. സെർച്ച് എഞ്ചിനുകൾ, സാമൂഹിക മാധ്യമങ്ങൾ, ഓൺലൈൻ വിപണികൾ എന്നിവയ്ക്കാണ് നികുതി ബാധകമാക്കിയിട്ടുള്ളത്. ലാഭം നികുതി ചുമത്തപ്പെടുന്ന സ്ഥലവും മൂല്യം സൃഷ്ടിക്കപ്പെടുന്ന സ്ഥലവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിക്കാനാണ് ഡിജിറ്റൽ ബിസിനസ്സുകൾക്ക് നികുതി ഏർപ്പെടുത്തിയതെന്ന് ബ്രിട്ടീഷ് സർക്കാർ അന്ന് വ്യക്തമാക്കിയിരുന്നു. വൻകിട അന്താരാഷ്ട്ര കമ്പനികൾക്ക് മാത്രമാണ് ഈ നികുതി ബാധകം ആവുക. പൊതുസേവനങ്ങൾക്കായി വൻകിട ബഹുരാഷ്ട്ര കമ്പനികൾ ന്യായമായ സംഭാവന നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് നികുതി രൂപകൽപ്പന ചെയ്തതെന്നും ബ്രിട്ടന്റെ നയരേഖയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.